അയർലൻഡിലെ ഗാൽവേയിൽ സൈനിക ചാപ്ലിനായി സേവനം ചെയ്യുന്ന കത്തോലിക്ക വൈദികൻ ഫാദർ പോൾ എഫ് മർഫിയെ ആക്രമിച്ച കൗമാരക്കാരനായ പ്രതിക്ക് തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതിയെന്ന് കോടതി. പ്രായപൂർത്തിയാകാത്തതിനാൽ പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത 16 വയസ്സുള്ള ആൺകുട്ടിയാണ് അറസ്റ്റിലായത്. പ്രതിയെ വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്തതായും വെള്ളിയാഴ്ച കുറ്റം ചുമത്തിയതായും ഗാൽവേ ഗാൾഡ സ്റ്റേഷനിലെ ഗാർഡ കൊനോർ ബ്രീൻ പറഞ്ഞു. പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിക്കായി അഭിഭാഷകൻ ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിലും ഇയാൾ കൂടുതൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയേക്കാം എന്ന ആശങ്കയിൽ ജാമ്യം നൽകുന്നതിനെ എതിർഭാഗം എതിർത്തു. കേസിന്റെ ഗൗരവവും തെളിവുകളുടെ ശക്തിയും ചൂണ്ടിക്കാട്ടി ജഡ്ജി ജെറാൾഡ് ഫർലോങ് ജാമ്യം നിരസിച്ചു. ആൺകുട്ടിക്ക് ഉചിതമായ മെഡിക്കൽ മനഃശാസ്ത്രപരമായ പരിചരണം ലഭ്യമാക്കണമെന്ന് ജഡ്ജി നിർദ്ദേശിച്ചു. അതേസമയം ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഫാദർ പോൾ എഫ് മർഫി സുഖം പ്രാപിച്ചു വരികയാണ്. എല്ലാ സന്ദേശങ്ങൾക്കും മറുപടി നൽകുവാനും വരുന്ന എല്ലാ കോളുകളും എടുക്കാനും കഴിയാത്തതിൽ ക്ഷമിക്കണമെന്നും ഫാദർ പോൾ മർഫി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. അയർലൻഡിലെ ഗാൽവേയിൽ റെൻമോൺ ബാരക്കിന് പുറത്ത് വ്യാഴാഴ്ച രാത്രിയാണ് വൈദികന് കുത്തേറ്റത്. വൈദികന് കുത്തേറ്റ സംഭവം ഞെട്ടലും അസ്വസ്ഥതയും ഉളവാക്കുന്നതെന്ന് ഗാൽവേ ബിഷപ്പ് മൈക്കിൾ ഡുഗ്നാൻ പറഞ്ഞു. മുറിവേറ്റ മനുഷ്യന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം പൂർണ്ണമായി സുഖം പ്രാപിക്കാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. വൈദികന്റെ കുടുംബത്തിനും സൈന്യത്തിലെ സഹപ്രവർത്തകർക്കും ഈ സമയത്ത് അദ്ദേഹത്തിന്റെ മുറിവുകൾ ചികിത്സിക്കുന്ന മെഡിക്കൽ സ്റ്റാഫിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. കൗണ്ടി വാട്ടർഫോർഡിലെ ട്രമോറിലെ ഡൺ ഹില്ലിലും ഫെനോർ ഇടവകയിലും മറ്റിടങ്ങളിലും സേവനം ചെയ്ത ശേഷമാണ് 2013 അദ്ദേഹം ആർമി ചാപ്ലിനായി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. ഐറിഷ് സൈനികരെ സന്ദർശിക്കാൻ സിറിയയിലേക്കും ലബനോനിലേക്കും ഉൾപ്പെടെ നിരവധി വിദേശയാത്രകൾ ഫാദർ മർഫി നടത്തിയിരുന്നു. ലൂർദിലേക്കുള്ള അന്താരാഷ്ട്ര വാർഷിക സൈനിക തീർത്ഥാടനത്തിൽ പ്രതിരോധ സേനയെ നയിച്ചതും ഈ വൈദികൻ തന്നെയായിരുന്നു.